തന്തയ്ക്ക് ജനിച്ചവരാരും ഫേസ്ബുക്കിൽ കിടന്ന് പ്രതികരിക്കില്ല. ഭദ്രാനന്ദനെ വന്ന് ചരക്കണമെങ്കിൽ നേരിട്ട് വന്ന് കാണിക്കണം. അതാണ് അതിൻ്റെ ആണത്വം. അപ്പം നാട്ടുകാർ പറയും നീയൊക്കെയാണ് ബ്രേവ് ഹാർട്ട്സ് എന്ന്. ഇതൊരുമാതിരി പെണ്ണുങ്ങള് പീരീഡ്സ് ആവുമ്പം സ്റ്റേ ഫ്രീ വയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരും കാണാതെ ഒളിച്ചു പാത്ത് അതുപോലെ ഫേസ്ബുക്കിനകത്ത് കയറി പ്രൊഫൈല് ലോക്ക് ചെയ്ത് ആണത്വം. ഞാൻ വീണ്ടും പറയുന്നു, ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ച് തള്ളക്കി വിളിക്കുന്നതല്ല ആണത്വം. അടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, കേരള BJPയിൽ ചങ്കൂറ്റമുള്ള ഒരു നേതാവെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ധർമ്മബോധത്തിനുള്ള മറുപടി സമൂഹത്തിന് ധർമ്മബോധം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരുത്തനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തുമാത്രം എന്നെ പരിഹസിക്കുന്നു. ഇന്നിവിടുത്തെ ഈ BJPക്കാർ നേരെ ചൊവ്വേ എണീറ്റ് നിൽക്കുന്നത് പോലും 2008 നമ്മളന്ന് തോക്കെടുത്തതുകൊണ്ടും അതിനുശേഷമുണ്ടായ ഒരുപാട് പ്രതികരണങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ ഈ BJPക്കാരെ കൊണ്ടൊന്നും ഹിന്ദുവിന് സംരക്ഷണം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്ന് നമ്മുടെ പിള്ളേരാണ് BJPയിലും RSSലും ഉള്ള നല്ല സ്വയംസേവകർ, നല്ല പ്രതികരണ ശേഷിയുള്ളവരായിരുന്നു. ഇവരുടെയൊക്കെ ഇന്ന് ഈ ഹുങ്കിന്റെ യഥാർത്ഥ കാരണം. അവരൊന്നും ഇന്ന് സംഘടനയിലില്ല. അവരെല്ലാവരെയും ഇവർ ഒഴിവാക്കി. സാറില്ല, ആയിക്കോട്ടെ. ഇതിൽ BJPയിൽ ഏറ്റവും കൂടുതൽ വർഗീയത മുന്നിൽ വെച്ച് പെരുമാറുന്നത് ഈ പറയുന്ന നായർ നസ്രാണി ഒരു കോക്കസ് ഉണ്ട് അതിനകത്ത്. അതിൽ ഏറ്റവും വലുത് നായർ തന്നെയാണ്. നസ്രാണികൾ ഇപ്പോഴാണ് അതിനകത്ത് നുഴഞ്ഞു കയറിയെന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ഭീഷണികളെല്ലാം ഞാൻ കാണുന്നുണ്ട്. DGPക്ക് ഞാൻ ഇതിനെപ്പറ്റി ഇന്റിമേഷൻ കൊടുത്തു. അപ്പോൾ പോലീസ് എന്തായിരുന്നാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. കാരണം നിയമം എന്താണെന്ന് മനസ്സിലാക്കി നിയമത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിയമത്തെ അനുസരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കോടതിയെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂടുതൽ വയലന്റ് ആവാതെ, ഈവൻ വയലൻസ് ആമിയെന്ന് അന്ന് മംഗളം എന്നെപ്പറ്റി എഴുതിയപ്പോൾ പോലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. നോക്കാം, പോലീസിന് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സഫ്രോൺ മാഫി എന്താണെന്ന് ഇവർ മനസ്സിലാക്കും. അതാണല്ലോ അന്ന് മെയ് 17 ഭീമാപള്ളിയിൽ ഉണ്ടായ സംഭവം. നമസ്തേ കേരളം. നിങ്ങൾ കാണുന്നുണ്ടല്ലേ എന്നെ എന്തുമാത്രമാണ് ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള BJPക്കാർ വിമർശിക്കുന്നതെന്ന്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. വിവേകാനന്ദ സ്വാമി അത് ഭ്രാന്താലയം എന്ന് പറഞ്ഞു ചുമ്മാ അല്ല. ഈ കേരളത്തിലെ ഈ BJPക്കാരെ പോലെ ഇത്രയും യുക്തിരഹിതമായി പെരുമാറുന്ന ഒരു വിഭാഗം വേറെയില്ല. എന്ത് വർഗീയതയാണ് അവർ ഉള്ളിൽ പേറി നടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ചുമ്മാതെയാണോ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് BJP വർഗീയവാദി പാർട്ടിയാണെന്ന്? എന്നാൽ ഇതിന്റെ പഴി കേൾക്കുന്നത് RSSനുമാണ്. RSS എന്ന വർഗീയ പാർട്ടി അല്ല അത്. അതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും നമ്മളുടെ വ്യക്തിത്വ വികസനത്തിനും വേണ്ടിയിട്ട് നമ്മളുടെ രാഷ്ട്ര ചിന്തകൾ നമുക്ക് തരുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് BJP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആയിക്കോട്ടെ, ഇതിൽ BJPയിൽ ഏറ്റവും കൂടുതൽ വർഗീയത മുന്നിൽ വെച്ച് പെരുമാറുന്നത് ഈ പറയുന്ന നായർ നസ്രാണി ഒരു കോക്കസ് ഉണ്ട് അതിനകത്ത്. അതിൽ ഏറ്റവും വലുത് നായർ തന്നെയാണ്. നസ്രാണികൾ ഇപ്പോഴാണ് അതിനകത്ത് നുഴഞ്ഞു കയറിയെന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ഭീഷണികളെല്ലാം ഞാൻ കാണുന്നുണ്ട്. DGPക്ക് ഞാൻ ഇതിനെപ്പറ്റി ഇന്റിമേഷൻ കൊടുത്തു. അപ്പോൾ പോലീസ് എന്തായിരുന്നാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. കാരണം നിയമം എന്താണെന്ന് മനസ്സിലാക്കി നിയമത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിയമത്തെ അനുസരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കോടതിയെ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂടുതൽ വയലന്റ് ആവാതെ, ഈവൻ വയലൻസ് ആമിയെന്ന് അന്ന് മംഗളം എന്നെപ്പറ്റി എഴുതിയപ്പോൾ പോലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. നോക്കാം, പോലീസിന് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ സഫ്രോൺ മാഫി എന്താണെന്ന് ഇവർ മനസ്സിലാക്കും. അതാണല്ലോ അന്ന് മെയ് 17 ഭീമാപള്ളിയിൽ ഉണ്ടായ സംഭവം. മെയ് 17 ഈ തോക്ക് വിഷയം ഇവർ തോക്കുസ്വാമി എന്ന് പറഞ്ഞ് കളിയാക്കി എന്തുമാത്രം എന്നെ പരിഹസിക്കുന്നു. ഇന്നിവിടുത്തെ ഈ BJPക്കാർ നേരെ ചൊവ്വേ എണീറ്റ് നിൽക്കുന്നത് പോലും 2008 നമ്മളന്ന് തോക്കെടുത്തതുകൊണ്ടും അതിനുശേഷമുണ്ടായ ഒരുപാട് പ്രതികരണങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇവിടുത്തെ ഈ BJPക്കാരെ കൊണ്ടൊന്നും ഹിന്ദുവിന് സംരക്ഷണം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്.
ഇന്ന് നമ്മുടെ പിള്ളേരാണ് BJPയിലും RSSലും ഉള്ള നല്ല സ്വയംസേവകർ, നല്ല പ്രതികരണ ശേഷിയുള്ളവരായിരുന്നു. ഇവരുടെയൊക്കെ ഇന്ന് ഈ ഹുങ്കിന്റെ യഥാർത്ഥ കാരണം. അവരൊന്നും ഇന്ന് സംഘടനയിലില്ല. അവരെല്ലാവരെയും ഇവർ ഒഴിവാക്കി, സാരമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, തന്തയ്ക്ക് ജനിച്ചവരാരും ഫേസ്ബുക്കിൽ കിടന്ന് പ്രതികരിക്കില്ല. ഭദ്രാനന്ദനെ വന്ന് ചരക്കണമെങ്കിൽ നേരിട്ട് വന്ന് കാണിക്കണം. അതാണ് അതിന്റെ ആണത്വം. അപ്പം നാട്ടുകാർ പറയും നീയൊക്കെയാണ് ബ്രേവ് ഹാർട്ട്സ് എന്ന്. ഇതൊരുമാതിരി പെണ്ണുങ്ങള് പീരീഡ്സ് ആവുമ്പം സ്റ്റേ ഫ്രീ വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരും കാണാതെ ഒളിച്ചു പാത്ത്. അതുപോലെ ഫേസ്ബുക്കിനകത്ത് കയറി പ്രൊഫൈല് ലോക്ക് ചെയ്ത് ആണത്വം. ഞാൻ വീണ്ടും പറയുന്നു, ഫേസ്ബുക്ക് പ്രൊഫൈല് ലോക്ക് ചെയ്ത് വെച്ച് തള്ളക്കി വിളിക്കുന്നതല്ല ആണത്വം. അടിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, കേരള BJPയിൽ ചങ്കൂറ്റമുള്ള ഒരു നേതാവെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ധർമ്മബോധത്തിനുള്ള മറുപടി സമൂഹത്തിന് ധർമ്മബോധം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരുത്തനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചോണ്ട് പോയ 550 കോടിയുടെ ആ കൊള്ളക്കാരെ എന്തിന് നീയൊക്കെ സംരക്ഷിക്കുന്നു എന്ന് സമൂഹത്തിനോട് പറ. ധർമ്മബോധമുള്ള ഒരുത്തനെങ്കിലും അതിലുണ്ടെങ്കിൽ ഈ മതം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാതെ വികസനം നടത്തിയും സമൂഹത്തിന് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് വരിക. മനസ്സിലായോ? അല്ലാതെ നിന്റെയൊക്കെ തന്തയില്ലായ്മ തുറന്നു പറയുമ്പോൾ ഭദ്രാനന്ദനെ പോലുള്ള ആൾക്കാരെ ഫേസ്ബുക്കിൽ വന്ന് തെറി വിളിക്കുന്നത് പല തന്തയ്ക്ക് പിഴച്ചു പറ്റുണ്ടായതെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നെ എന്തൊക്കെ തെറിയ വിളിക്കുന്നത്, നിന്റെയൊക്കെ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അതിനുള്ള തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയും എൻ്റെ ഇത് ഒരുപാട് മാന്യരായിട്ടുള്ളവർ കാണുന്നതാണ്. അവരെ ഓർത്ത് മാത്രം. പിന്നെ ഈ ഊച്ചാളിത്തരമൊന്നും കൊണ്ട് കേരളത്തിൽ വില പോവില്ല. ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും, ഞാൻ ചെയ്യും. നിങ്ങളെപ്പോലുള്ള ഇത്രയും പിഴച്ച വിഭാഗത്തിനെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ അവിടുത്തെ നല്ല ജനങ്ങളും നല്ല സനാതനികളും തകർന്നു പോകും. മനസ്സിലാവുണ്ടോ? നിന്റെയൊക്കെ സംസ്കാരം കാണണമെങ്കിൽ നിന്റെയൊക്കെ ഫേസ്ബുക്കിൽ കാണണം. നിന്റെയൊക്കെ BJP നേതാക്കന്മാരെ ഉൾക്കൊണ്ടില്ലെങ്കിൽ, അവന്മാരുടെ തന്തയില്ലായ്മയും കൂട്ടിക്കൊടുപ്പിനെയൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളല്ല അല്ലേ? നീയൊക്കെയാണോടാ നായ്ക്കളെ, കുരയ്ക്കുന്ന നായ്ക്കളെ നമ്മളെ സന്യാസിയാണോ അല്ലേന്ന് പറയുന്നത്? നിന്റെയൊക്കെ ചട്ടക്കൂട്ടിലനുസരിച്ച് ജീവിക്കണമെന്നാണോ? ആണോ? ഞാൻ വീണ്ടും പറയുന്നു, നിനക്കൊക്കെ തന്തയുണ്ടെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് ജനിച്ചവന്മാരാണെങ്കിൽ നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഉണ്ടാക്കുക. അല്ലാതെ ഫേസ്ബുക്കിൽ വന്ന് വ്യാജ പ്രൊഫൈലിൽ വന്നിട്ട് ഉണ്ടാക്കില്ലല്ലോ. എല്ലാ നായിന്റെ മക്കൾക്കും, BJPക്ക് വേണ്ടി കുറയ്ക്കുന്ന എല്ലാ നായിന്റെ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് പറയുകയാണ്, നീയൊക്കെ എന്നെ ഒരു മൈരും ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായോ? കേട്ടോ? ശരിയെന്നാ.